ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 16 റിവ്യൂ ആണ്. ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ ലൈവിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് ഓടിച്ച് വിട്ട് കണ്ടതേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും മിസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു മൈക്രോ റിവ്യൂ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് പറയുന്നത് ശരിയല്ല, ഒരു ഡാർക്ക് പഴമൊഴിയാണ് എൻ്റെ മൈൻഡിലേക്ക് വന്നത്. നാട്ടിൻപുറത്തൊക്കെ സ്ഥിരമായിട്ട് ആളുകൾ പറയാറുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ യോജിക്കുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അത് നിങ്ങൾ കേൾക്കുക. എനിക്ക് തോന്നിയത് പറയണമല്ലോ. അപ്പൻ ചത്തിട്ട് വേണം കട്ടിലെടുക്കാൻ എന്ന് പറയുന്ന ഒരു പഴമൊഴി, ഡാർക്ക് പഴമൊഴി നാട്ടുമ്പുറത്തൊക്കെ പറയാറുണ്ട്. അതേ സിറ്റുവേഷനാണ് ഇന്ന് ക്യാപ്റ്റൻസി അൻസിബയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്ത സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് വന്നത്. അത്രയധികം മോശമായിട്ടുള്ള ഒരു എക്സ്പ്രഷനൊക്കെയാണ് ആ ഒരു ടീം അവിടെ ഇട്ടത്. ഋഷി, അൻസിബ, അർജുൻ അങ്ങനെയുള്ള ആളുകളൊക്കെ വലിയ സന്തോഷത്തിലാണ്. നമ്മൾ ഒരു സാധാരണ പ്രേക്ഷകൻ, ഒരു സാധാരണ മനുഷ്യൻ രാവിലെ തൊട്ട് കട്ട നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ സിജോയുടെ അവസരം, ബിഗ് ബോസിലെ അവസരം നഷ്ടപ്പെടുമോ എന്ന് രാവിലെ തൊട്ട് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ലൈവൊക്കെ വെച്ച് നോക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കുകയാണ്. അയാൾ ആ ഐസും വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്തൊരു ടോട്ടൽ ഒരു ഗ്ലൂമി ഫീലാണ്. അയാൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. അയാളും ഈ റോക്കിയെ പോലെ തന്നെ വളരെ കാത്തിരുന്ന് കഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു അവസരമല്ലേ. അപ്പോൾ ആ ഒരു അവസരമാണ് ഇന്നലെ ഒരാളുടെ ഒരു സെക്കൻഡിലെ ഷോ കാരണം, വെറും ഷോ കാരണം നഷ്ടപ്പെടാൻ സാധ്യതയിലിരിക്കുന്നത്. അതെല്ലാം ഓർത്തിരിക്കുന്ന നമ്മളുടെ മുൻപിലേക്ക് ബിഗ് ബോസ് ക്യാപ്റ്റൻസി, ഇപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്നാണെങ്കിലും വേണമല്ലോ. അപ്പോൾ ആ ഒരു ക്യാപ്റ്റൻസി ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഇത്രമാത്രം സന്തോഷിക്കുന്ന രണ്ടാളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും തോന്നുക? എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നു. ഒരു സാധാരണ പ്രേക്ഷകനായിട്ട് കാണുന്ന സമയത്ത് എനിക്ക് നല്ല ദേഷ്യം തോന്നി. അത് അവർ അച്ചീവ് ചെയ്ത സാധനമൊന്നുമല്ല ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുന്നത്. അത് താൽക്കാലികമായിട്ട് കൊടുത്ത ഒരു സംഭവമാണ്. അവിടെ അപ്പോഴത്തേന് വലിയ ഗെയിം പ്ലാനിങ് ആണ്. നമുക്കത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെയുള്ള വലിയ ഗെയിം പ്ലാനിങ് ആണ്. ഇന്ന് ഇനിയിപ്പം വേറെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവിടെ എന്തൊരു ഇഷ്യൂ വന്നാലും ഇവരൊന്നും ഇടപെടാനായിട്ടില്ല. ഒന്ന് പിടിച്ചു മാറ്റാനായിട്ടോ അടി ഉണ്ടാക്കരുതെന്ന് പറയാനായിട്ടോ ഇവരൊന്നുമില്ല. അടി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് ആരെങ്കിലുമൊക്കെ പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഡ്രാമ കളിക്കാനായിട്ട് ഈ കൂട്ടർ ഓടി അങ്ങോട്ട് വരും. ഇപ്പം ഇന്ന് തന്നെ നോറയും അതേപോലെ തന്നെ ജിൻഡോ ഒക്കെ ആയിട്ടുള്ള ഇഷ്യൂ, ജിൻഡോയുടെ ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു ന്യായമില്ല. നോറ കാര്യം നമുക്ക് ചില സമയത്ത് യോജിക്കാൻ പറ്റത്തില്ല എങ്കിലും നോറ പറയുന്നതിനകത്ത് ചിലതിനകത്തൊക്കെ കാര്യമുണ്ട്. ജിൻഡോയുടെ ഭാഗത്ത് ന്യായമില്ല. ശരിക്കും നോറയും ജാസ്മിനുമായിട്ട് വലിയ ഹെയ്റ്റ് ഉണ്ട്. നോറയ്ക്ക് ജാസ്മിനെ കണ്ണെടുത്താൽ കാണത്തില്ല. പല സാഹചര്യങ്ങളിലും നല്ല 8ന്റെ പണി കൊടുക്കാനായിട്ട് നോറ പ്രിപ്പയർഡ് ആണ്. എന്നാലും അവിടെ ഇടപെടാനായിട്ട് ജാസ്മിൻ വരുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കല്ല് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുത്തനെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓടി വന്ന് അവിടെ ഒച്ചയിട്ട് അവനെ ആക്രമിക്കുക എന്നുള്ളതല്ലാതെ ഒരാൾക്ക് നീതിക്ക് വേണ്ടി, അയാളുടെ ന്യായത്തിന് വേണ്ടി സംസാരിക്കുന്ന തരത്തിലേക്കുള്ള വ്യക്തിത്വങ്ങൾ തീരെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് സീസൺ 6ന്റെ ഏറ്റവും വലിയ പരാജയം. വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര മിസ്സിംഗ് ആണ്. ഒരു നല്ല വ്യക്തിത്വം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പം ഈ കുറച്ചും കൂടെ മനുഷ്യത്വമുള്ള ഒരാൾ മറ്റേ ഒരു സൈഡിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ വേറെ ആരുണ്ട് അവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന മികച്ച ഗെയിമേഴ്സ്? ആരുണ്ട്? എനിക്ക് വളരെ ജെന്യുവനായിട്ട് തോന്നുകയാണ്, ആരുണ്ട് മികച്ച ഗെയിമേഴ്സ്? ആരുമില്ല. എന്നിട്ടും ഭയങ്കരമായിട്ടുള്ള പുറത്തെ പറച്ചിൽ കേട്ടാൽ തോന്നും ഇവിടെയുള്ള ഒരു വലിയ ക്രൗഡ് പറയുന്നത് പോലെ ജാസ്മിനെയോ ഗബ്രിയോ ഒക്കെ പുറത്ത് വിട്ടിട്ട് എന്തോ വലിയ സംഭവം അവിടെ നടക്കുന്നു. എന്ത് നടക്കും? ഒന്നും നടക്കില്ല. ശ്രീരേഖ ഉണ്ട് ഒരു ഗെയിമർ. ഇന്ന് രാവിലെ ലൈവ് വെച്ചപ്പോൾ തന്നെ എനിക്ക് നെഗറ്റീവ് തോന്നിയത് ശ്രീരേഖയുടെ ഒരു അപ്രോച്ചാണ്. ശ്രീരേഖയെ രാത്രി ഇവർ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അത് മോശമാണ്, വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന മോശമാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അടുത്തടുത്ത് കിടക്കണം, അടുത്തടുത്ത് കട്ടിലേക്ക് കിടക്കണം. ഒന്നാതെ ഇത് ഇത്ര വലിയ പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത്, ഹൗസിൽ ഇത്രയധികം ഹെയ്റ്റ് ഉള്ള സമയത്ത് ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയൊക്കെ ഒരു അപ്രോച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. അവരെ പോയി വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് കിടക്കാൻ വേണ്ടി പോയിരിക്കുന്നു. എന്ത് കൂർക്കം വലിയാണെന്നുണ്ടെങ്കിലും, എന്ത് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സഹിച്ച് എവിടെയെങ്കിലും കിടന്നേനും. അത്രമാത്രം ഹെയ്റ്റ് ഉണ്ട്. അപ്പോഴാണ് അവരെ കുത്തിപ്പൊക്കാൻ പോയത്. രാവിലെ എന്നിട്ട് ശ്രീരേഖ അതിനെ അപ്രോച്ച് ചെയ്തൊരു രീതിയുണ്ട്. ഹെവി ഡ്രാമാറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് എന്തോ വലിയൊരു കുറ്റം ചെയ്തതുപോലെ. ഇപ്പോൾ ജാസ്മിൻ രാത്രി വിളിച്ചെഴുന്നേൽപ്പിച്ചു, സോറിയും പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇത് ഇത്ര വലിയൊരു പ്രശ്നമായിട്ട് രാവിലെ മാറിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരാൾ വിളിച്ചെഴുന്നേൽപ്പിച്ചു, അയാൾക്ക് അത് തെറ്റാന്ന് മനസ്സിലായി. അയാൾ പണിഷ്മെന്റ് വാങ്ങാനും റെഡിയാണ്. അയാൾ അപ്പം തന്നെ സോറി പറയുന്നു, രാവിലെ സോറി പറയുന്നു. പിന്നെ അതൊരു വലിയ ഇഷ്യൂ ആവുന്നു. എനിക്ക് തോന്നുന്നു അവർക്ക് ഷെയിമായിപ്പോയി. അവർ കൂർക്കം വലിക്കും എന്ന് പറഞ്ഞ് ഷെയിമായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ടോട്ടൽ നെഗറ്റീവ് മൂഡ് രാവിലെ. അപ്പോഴെല്ലാം സിജോ നല്ല രീതിയിൽ പെയിൻ എടുത്ത് നടക്കുകയാണ്. വലിയ കാര്യമായിട്ടുള്ള ആശ്വാസവചനങ്ങളൊന്നും ആരുടെയും ഭാഗത്തു നിന്നില്ല. ഈ പറയുന്ന സംഭവവികാസങ്ങൾ ആകെ മൊത്തം നെഗറ്റീവിനിടയ്ക്കാണ് ബിരിയാണിക്കകത്ത് ഏലക്ക പോലെ ജിൻഡോയും റസ്മിനും കൂടെ പവർ ടീമിന്റെ പവർ വർണ്ണിക്കുന്ന മുഹൂർത്തങ്ങൾ.
ശിക്ഷ കൊടുക്കുന്നു, പുതിയ പുതിയ നിയമങ്ങൾ പാസ്സാക്കുന്നു, നിയമങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, ശിക്ഷാ നടപടികളെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ നൽകുന്നു. എന്ത് മേളമാണ്! റിസ്വിന് വല്ല അവാർഡ് വല്ലതും കൊടുക്കണം ഈ ജിൻഡോയെ വെച്ചിട്ട് അങ്ങനെ ഒരു ടീം മാനേജ് ചെയ്യുന്നതിൽ. അവർക്ക് ടീമൊക്കെ മാനേജ് ചെയ്യാനായിട്ട് അറിയാം, പക്ഷേ ആ ഒരു ടീമിലെ ഗെയിം അവർ ആലോചിക്കുന്നില്ല. ഇപ്പം മറ്റേ കുത്തിത്തിരിപ്പ് ഗെയിമുണ്ട്, അത് ജിൻഡോയ്ക്ക് എപ്പോഴും കൂടപ്പുറപ്പായിട്ടുള്ള ആ ഒരു ഗെയിമുണ്ട്. അല്ലാതെ വേറെ ഗെയിമൊന്നും അവർ ആലോചിക്കുന്നില്ല. അവർ ഈ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ആംബിയൻസ് ഉണ്ടാക്കുകയാണ്. എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലത്തിന് അത് മതി. എന്നാലും ജിൻഡോയുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അത്ര നൈസൊന്നുമല്ല. ജിൻഡോ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീണ്ടും ഒരു പഴഞ്ചൊല്ലെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ശിഷ്ടൻ ദുഷ്ടന്റെ ബലം ചെയ്യുമെന്ന് പറയുന്ന ടൈപ്പാണ്. ജിൻഡോ ആദ്യ ആഴ്ചയിൽ തന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ നമുക്കറിയാലോ. ആർമി, മറ്റേ ഫിസിക്കൽ അസോൾട്ട്, അങ്ങനെയുള്ള കുറേ അധികം സാധനങ്ങൾ ജിൻഡോ എടുത്തിട്ടിരുന്നു. അപ്പോൾ ഇന്ന് മറ്റേ നോറ പറഞ്ഞു എന്ന് പറഞ്ഞ് എമ്മിനോട് പോയി പറഞ്ഞ സിറ്റുവേഷൻ, അതും ജിൻഡോ ക്രിയേറ്റ് ചെയ്ത ഒരു സിറ്റുവേഷനാണ്. ജിൻഡോ അത് അവിടെ ചെന്ന് പറയുന്ന സമയത്ത് ജിൻഡോ ഒരിക്കലും വിചാരിച്ചില്ല അത് നേരെ ഇങ്ങടേക്ക് വരും എന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിന്റെ പിന്നാമ്പുറത്ത് വേറെ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നോറ ഈ ഒരു കാര്യം അങ്ങനെയല്ല പ്രസന്റ് ചെയ്തത് എന്നുള്ളത് എനിക്കറിയാം. ഇന്നലെ മുതൽ ഈ ശിക്ഷ കൊടുക്കുന്നതിലെ പക്ഷാഭേദത്തെ കുറിച്ചിട്ടൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ ജിൻഡോ ഭയങ്കരമായിട്ട് റേസായി ഒച്ചയെടുക്കുന്ന എന്തിനാണ്? പറയുന്നതിനകത്ത് ന്യായമില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ പെട്ടിയൊക്കെ എടുത്ത് ടാറ്റ എന്ന് ജിൻഡോയും പോവായിരിക്കുമെന്ന്. അങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ പൂർണ്ണമായി. ഇതെന്തുവേണം നടക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് പറ്റുന്ന കുറച്ച് ഗെയിമൊക്കെ, BB സർക്കസ്, അതേപോലെ തന്നെ മൂക്ക് മറ്റേ കോമാളി മൂക്കെടുക്കണ, മൂക്ക് ഫിറ്റ് ചെയ്യണ ആ ഒരു ഗെയിം. അപ്പോൾ അതിൽ മറ്റേ BB സർക്കസിൻ്റെ ആദ്യത്തെ ആ ഒരു ഡാൻസ് പരിപാടികൾ, ഈ ഡാൻസ് പരിപാടിയുടെ കൂടെ നോറയുടെ പ്രകടനം എടുത്ത് പറയേണ്ടതാണ്. ഇപ്പം അത് സ്റ്റെപ്പിന്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം. നോറ ഹൗസിൽ ആദ്യം വന്ന സമയത്ത് ഈ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഋഷിയോട് പറഞ്ഞത് അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല, ഇങ്ങനത്തെ ഡാൻസ് ഒന്നും ഞാൻ മൂവൊന്നും എടുക്കില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, എൻ്റെ ഫാമിലിയൊക്കെ കാണുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഇന്ന് നോറ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഗംഭീരമായിട്ട് ഡാൻസ് പെർഫോമൻസ് നടത്തി. നല്ല ഡാൻസ് ആയിരുന്നു. പക്ഷെ അന്ന് നോറ ആക്ച്വലി ഒരു കാർഡ് ഇറക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കാര്യം നോറയ്ക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നോറ അതിനൊരു കാരണം വെക്കും. ഇത് അങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, ഇത് ഇന്നത് കൊണ്ടാണ്, അല്ലാതെ മടിയാണ്, അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല, ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു രീതിയില്ല. BB സർക്കസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകളാണ്. അതിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചത് ഋഷിയാണ്. ഋഷിയുടെ ഡാൻസ് സ്റ്റെപ്പുകൾ നമുക്ക് സുപരിചിതമാണ്. ഏത് പാട്ടിട്ടാലും ഋഷി ആ ഒരു ഡാൻസ് സ്റ്റെപ്പുകൾ ഉപയോഗിക്കും. അത് വെറൈറ്റി ആണ്. പക്ഷേ കുറേ കാലങ്ങളായിട്ട് ഞാൻ പുള്ളിയെ കാണുന്നത് കൊണ്ട് എനിക്ക് അത്ര വെറൈറ്റി ആയിട്ട് തോന്നിയില്ല. പക്ഷേ രസമാണ്, ഭയങ്കര എനർജറ്റിക് ആണ്. പുള്ളി സ്വാഭാവികമായിട്ടും ഫസ്റ്റ് അടിക്കുന്നു. സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ശ്രീരേഖയ്ക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡാൻസ് ആയിരുന്നു. തേർഡ് നോറയ്ക്ക്. എനിക്ക് നോറയുടെ ഡാൻസാണ് കുറച്ചും കൂടെ പാട്ടിനോട് യോജിക്കുന്നത് പോലെ തോന്നിയത്. എൻ്റെ തോന്നലായിരിക്കും അല്ലേ. അതിനിടയിൽ വിവാദ സ്ത്രീ പുരുഷന്മാരിലെ സ്ത്രീ ജാസ്മിൻ ഡ്രസ്സിംഗ് റൂമിൽ കയറി ഒളിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് സ്വകാര്യത ആസ്വദിച്ചതിനെ ബിഗ് ബോസ് വാൺ ചെയ്തു. ഉളുപ്പുണ്ടോ? ഇത്രയധികം ചീത്തപ്പേരും പുറത്തുണ്ട്, എന്നിട്ട് കുറച്ചൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇനിയിപ്പോൾ അതും പറഞ്ഞിട്ടായിരിക്കും നാളെ ഇവിടെ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആരുടെ കയ്യിൽ മൂക്ക് എന്ന് പറയുന്ന ഒരു ചലഞ്ചും വളരെ രസകരമായിരുന്നു. ആദ്യം ആര് കോമാളിയായി വേഷപ്പകർച്ച നടത്തി മൂക്കെടുത്ത് ഫിറ്റ് ചെയ്യും. അപ്പോൾ പല ആളുകളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അർജുന് തീരെ പറ്റിയില്ല, ഡിസ്ക്വാളിഫൈ ചെയ്തു. അതേപോലെ തന്നെ ശ്രീതു ഓൾമോസ്റ്റ് ഒപ്പിച്ചു. എന്നാലും കൂടുതൽ ഭേദം ഗബ്രി ആയതുകൊണ്ട് ഗബ്രി ആ ഒരു ടാസ്കിൽ വിജയിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു ടാസ്കിലും അതിനുശേഷമുള്ള ആ ഒരു ടാസ്കിലും ആ പോയിന്റുകളുടെ നിലയനുസരിച്ചിട്ട് ഇപ്പോൾ ഗബ്രി ടീമാണ് പവർ ചലഞ്ചിൽ മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ. അതിനുശേഷം മറ്റൊരു ടാസ്ക്, മറ്റേ സൈക്കിളിൽ പോയിട്ട് ഫ്ലാഗ് എടുക്കുന്ന ടാസ്ക്. ഇപ്പം മറ്റേ മെയിൻ ടീമുകളൊക്കെ പോയതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ കുഞ്ഞു ടാസ്ക് ഒക്കെ ബിഗ് ബോസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടാസ്കിലും നമ്മുടെ ഗബ്രി ടീം സെക്കൻഡ് അടിക്കുന്നു, ഫസ്റ്റ് അടിക്കുന്നത് ശരണ്യ. അവസാനം പോയിന്റ് നിലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടണൽ ടീം ഗബ്രിയൊക്കെയുള്ള ഒരു ടീമിന് 4, നെസ്റ്റ് ടീമിന് 3, ഡെന്ന് ടീമിന് 2. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. ഉച്ചവരെ മറ്റേ ശ്രീരേഖയൊക്കെ ആയിരുന്നു ഹൗസിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. പിന്നെ അതിനുശേഷം മറ്റേ ക്യാപ്റ്റൻസി അൻസിബയ്ക്ക് കൊടുക്കുന്ന ഒരു കാര്യം. പിന്നെ എന്താ പറയുന്നത്, ഒറ്റപ്പെടലിലെ ചില വേദനകളൊക്കെ ജാൻമണിയൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ആരാണെങ്കിലും ഇപ്പോൾ പ്രേക്ഷകൻ പോലും അത് കാണുന്ന സമയത്ത് പേടിയായിപ്പോവും. അത്രയധികം ഭയങ്കര ഡൗൺ ആണ്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ സിജോ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ അന്ന് അഖിൽമാരാർ വന്നപ്പോൾ ആരോപിച്ചതുപോലുള്ള ആരോപണങ്ങൾ ആളുകൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അഖിൽ അവിടെ ഒരു ഗെയിം കളിച്ചതാണ്. അഖിൽ എന്തൊക്കെയോ അറിഞ്ഞു എന്ന് ഭാവിച്ച് അവിടെ വന്നിട്ട്, അഖിൽ എന്താ മണ്ടനാണോ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ വന്നിട്ട് അവിടെ പ്രകടനം നടത്താനായിട്ട് അഖിൽ അത്രയധികം സ്മാർട്ടായിട്ടുള്ള ഒരു പ്ലെയറാണ്. അഖിൽ അവിടെ വന്ന് എല്ലാം അറിഞ്ഞു, കോൺഫിഡൻ്റ് ആയി എന്ന് പറഞ്ഞ് അവിടെ വന്ന് അഭിനയിച്ച ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടത്. അല്ലാതെ അഖിൽമാരാർ ആ പരിപാടി കാണിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ?
അപ്പോൾ ഈ ആരോപണം സിജോയ്ക്കെതിരെ വരാൻ സാധ്യതയുണ്ട്. സിജോ ചില കാര്യങ്ങൾ അറിഞ്ഞു, സിജോ ഹിൻഡ് വെച്ചിട്ടാണ് കളിച്ചത്. അതിപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ഫാൻസ് ആയിരിക്കാൻ സാധ്യത ഉണ്ടല്ലോ. ഇപ്പോൾ ഗബ്രി ടീം ഉണ്ടാവും, ജാസ്മിൻ ടീം ഉണ്ടാവും, അതേപോലെ തന്നെ മറ്റേ ഈ ഋഷി അൻസിബ ടീം ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ആരോപിക്കാൻ സാധ്യതയുണ്ട്. അവരല്ല, പുറത്തുള്ള ആളുകൾ ആരോപിക്കാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഹിൻഡ് കിട്ടിയെന്നുള്ളത്. ബിഗ് ബോസ് അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നമ്മളെ അറിയിക്കാൻ വേണ്ടി സിജോയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ ഗെയിം മാറുമായിരിക്കാം, വ്യത്യസ്തത എന്തെങ്കിലും ഉണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. നോറ ജിൻഡോയെ കുറിച്ചിട്ടും ബാക്കി ആളുകളെ കുറിച്ചിട്ടൊക്കെ ക്യാമറ നോക്കി സംസാരിക്കുന്നതാണ് എപ്പിസോഡിൽ കുറച്ച് കാണിച്ചത്. ഇനിയിപ്പോൾ ലൈവ് കാണുന്ന ആളുകൾക്ക് അതിൻ്റെ മുഴുവൻ ഇൻഫർമേഷൻസ് അറിയാൻ സാധിക്കുമായിരിക്കും. ആ മൊത്തത്തിൽ ഒരു അവിയൽ പരുവത്തിലായി പോയിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ 6. എങ്ങനെയാണ് ഇതിന് റിവ്യൂ ഒക്കെ ഇത്ര സമയം നൽകുക എന്നുള്ളത് എനിക്കറിയില്ല. നന്ദി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മേ ബി ഞാനിന്ന് ഫുള്ള് കാണാത്തതുകൊണ്ടായിരിക്കാം കേട്ടോ, കുറച്ച് മിസ്സായിട്ടുണ്ട്. നന്ദി.